തിരുവനന്തപുരത്ത് ഉള്ളൂർ കാർത്തികേയൻ എന്ന ആനയെ പാപ്പാന്മാർ ക്രൂരമായി മർദ്ദിച്ചത് ലഹരി ഉപയോഗിച്ചെന്ന പരാതി. പാപ്പാൻ വിഷ്ണു ലഹരി ഉപയോഗിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. കഴിഞ്ഞ ദിവസം ആനയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. നാട്ടുകാർ നൽകിയ പരാതിയിൽ പാപ്പാനെതിരെ വനം വകുപ്പ് കേസെടുക്കും. നാട്ടാന പരിപാലന ചട്ടം പ്രകാരമാണ് കേസെടുക്കുക. ഇവിടുത്തെ ആന ഉള്ളൂർ കാർത്തികേയനെ അകാരണമായി മർദ്ദിക്കുന്നുവെന്ന് നാട്ടുകാരിൽ ചിലർ വിളിച്ചറിയിക്കുകയും ഞാൻ വന്ന് നോക്കുമ്പോൾ അത് നിജസ്ഥിതിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ മതപ്പാടിൽ നിൽക്കുന്ന ആന അതിൻ്റെ രണ്ട് കൈയും ബാക്കിലെ കാലും അതായത് മുറിവായിട്ട് അതിങ്ങനെ പൊട്ടി ഒലിക്കുകയാണ്. അത് നാട്ടുകാർ കാണിച്ച വീഡിയോ മറ്റും കണ്ടപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുറിവിൽ തന്നെ പാപ്പന്മാർ വീണ്ടും അടിക്കുകയാണ്. പിന്നെ ഈ ദേവസ്വം ബോർഡിന്റെ ഓഫീസ് വരുന്നത് തന്നെ ആ കോമ്പൗണ്ടിലാണ് ആനയെ കെട്ടിയിരിക്കുന്നത്. അപ്പൊ ദേവസ്വത്തിന്റെ ഉദ്യോഗസ്ഥരുൾപ്പെടെ ഉള്ളവരുടെ മൂക്കിന്റെ താഴെ എന്ന് പറയാം ഈ അനീതി നടക്കുന്നത്. ഇതുവരെ അങ്ങനെ ഒരു നടപടി ദേവസ്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പാപ്പാന്മാർ എന്ന വ്യാജേനെ ഒരു 10-15 പേർ ചേർന്ന് കൂട്ടം ചേർന്ന് രാവും പകലും ഇല്ലാതെ അവിടെ ക്യാമ്പ് അടിച്ച് നിൽക്കുന്നതായിട്ടാണ് നാട്ടുകാരുടെ ഒരു പരാതി തന്നെയാണ് ഉള്ളത്. അതേസമയം ആരോപണം നിഷേധിക്കുകയാണ് പാപ്പാൻ വിഷ്ണു. മതപ്പാടുള്ളപ്പോൾ ആനയെ തല്ലേണ്ടി വരാറുണ്ടെന്നും ഇയാൾ പറയുന്നു. സംഭവിച്ച ആനയുടെ ജോലി ചെയ്യാൻ വേണ്ടി നമ്മളെ ജോലി കാര്യങ്ങളാണ്. പക്ഷേ ഈ ജോലി കാര്യങ്ങൾ ആനയുടെ ചങ്ങല തമ്മിൽ മാറ്റി ഒന്നിലാടെ ആനയുടെ ബാക്ക് കാലിലെ ചങ്ങലകൾ മാറ്റി കെട്ടണം. ഇത് കെട്ടണമെങ്കിൽ ആനയുടെ ശരീരത്തിൽ ആന ഈ ചങ്ങല ഇട്ടുപിടി നല്ല ഈ വെയിലും മറ്റുള്ള കാര്യങ്ങളും മൂക്കുമ്പോഴത്തേക്ക് ആനയ്ക്ക് ചങ്ങല കൊണ്ട് നല്ല മസിൽ പിടുത്തമാണ് ആനയ്ക്ക്. അപ്പോൾ തലയ്ക്ക് നല്ല പെരുപ്പുണ്ടാവും. ആന മതപ്പാടിലായതുകൊണ്ട് തലയ്ക്ക് നല്ല പെരുപ്പം. നമ്മളെ പൊതുവെ അങ്ങോട്ട് പുറത്തുനിന്നുള്ള ആൾക്കാരായാലും നമ്മളായാലും ആന അടുപ്പിക്കാറില്ല. ആന നമ്മളെ ഓട്ടിക്കാറാണ് പതിവ്. പക്ഷേ നമ്മൾ കാര്യങ്ങൾ നമുക്ക് ഈ മരുന്നും കാര്യങ്ങളും വെക്കണമെന്നുണ്ടെങ്കിൽ ആനയെ നമുക്ക് 2 അടി കൊടുക്കാതെ നമുക്ക് ആനയെ പിടിച്ച് പുറകോട്ട് നിർത്താൻ പറ്റത്തില്ല. നമ്മൾ പറഞ്ഞാൽ ആന കേൾക്കത്തില്ല. അപ്പോൾ അടി കൊടുത്താൽ മാത്രമേ നമുക്ക് ആനയെ പുറകോട്ട് പിടിച്ചെടുത്ത് ഈ മുറിവുകളിൽ നമുക്ക് മരുന്ന് വെക്കാൻ പറ്റത്തുള്ളൂ. ഈ മരുന്ന് വെച്ചാൽ മാത്രമേ ഇത് കരിയത്തുള്ളൂ. ഞാൻ ലഹരി ഉപയോഗിക്കാറില്ല. ഞാൻ മദ്യം അടിക്കാറില്ല, ലഹരി ഉപയോഗിക്കാറില്ല. എന്നെ മെഡിക്കൽ പോലും എന്നെ ഇതുവരെ വന്നിട്ടുള്ള ഒരാൾക്കാരെ എന്നെ പിടിച്ചിട്ടില്ല. എന്നെ കൊണ്ടൊന്നും മെഡിക്കൽ എടുത്തിട്ടില്ല. എൻ്റെ കയ്യിൽ നിന്ന് സാധനം പിടിച്ചിട്ടുള്ള ഒരു ഇതുമില്ല. ഇവർ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നതാണ്. അവരാണ് യഥാർത്ഥത്തിൽ കഞ്ചാവും ഇതെല്ലാം ഉപയോഗിക്കുന്നത്. ഞാൻ ദൃശ്യം പുറത്തു വന്നത് ഞാനത് ശംഭുവാണ് ഉപയോഗിക്കുന്നത്. ഞാൻ കഞ്ചാവും വെള്ളവും ഉപയോഗിക്കാറില്ല. ശംഭു ഞാൻ വെക്കുന്ന ഒരാളാണ്. ഞാൻ ബീഡിയും സിഗരറ്റും മരിക്കും. ശംഭു വെക്കുന്ന ഒരാളാണ് ഞാൻ. അത് വെക്കുന്ന ഈ വീഡിയോ എൻ്റെ കൂടെ ഇരുന്ന ഒരാളെടുത്ത് അത് കഞ്ചാവാണെന്ന് പറഞ്ഞുകൊണ്ടെടുത്ത് ഗ്രൂപ്പിൽ ഇട്ടതാണ്. അതിന് ഉപകാരമാണ് ഇവരുള്ള ആൾക്കാരെല്ലാവരും അവൻ കഞ്ചാവാണ് ഉപയോഗിക്കുന്നത്, അവൻ കഞ്ചാവും ലഹരി അയച്ചുകൊണ്ട് ആനയെ തല്ലുവാണെന്ന് പറഞ്ഞുകൊണ്ട്. ഞാൻ സത്യം പറഞ്ഞതൊന്നും അല്ല. ഈ ആനയുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ഞങ്ങൾ ആനയുടെ ജോലി മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. സാരംഗ് സുധാകരൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. സാരംഗ്, ആനയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും ഈ പാപ്പാൻ ലഹരി പദാർത്ഥമെന്ന് കരുതുന്ന ഒരു വസ്തു ഉപയോഗിക്കുന്നതും നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. പക്ഷെ ഇത് പൂർണ്ണമായും ഈ പാപ്പാൻ വിഷ്ണു നിഷേധിക്കുന്നു. മറ്റ് പുകയില ഉൽപ്പന്നമാണ് ഉപയോഗിച്ചതെന്ന് പറയുന്നുണ്ട്. മതപ്പാടുള്ളപ്പോൾ ആനയെ തല്ലേണ്ടി വരാറുണ്ടെന്നും. എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്? ടോം, ഈ ഒരു ദൃശ്യം കഴിഞ്ഞ ദിവസമാണ് പുറത്തേക്ക് വന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കേസടക്കം എടുക്കാനുള്ള ഒരു നീക്കത്തിലേക്കാണ് വനംവകുപ്പ്. കൃത്യമായി പറയുകയാണെന്നുണ്ടെങ്കിൽ വൃശ്ചികം 1-ാം തീയതിയാണ് മതപ്പാടിലായ ഈ ഒരു ആനയെ, ഉള്ളൂർ കാർത്തികേയൻ എന്ന് പറയുന്ന ആനയെ ഇവിടെ തളച്ചത്. അതായത് ദേവസ്വം ബോർഡിനിരുന്ന സ്ഥലത്ത് തന്നെയാണ് ആനയെ തളച്ചിരിക്കുന്നത്. ക്ഷേത്രവുമായി ചേർന്ന് നിൽക്കുന്ന സ്ഥലത്ത് തന്നെയാണ്. പക്ഷെ അന്നു മുതൽ ഇന്ന് വരെ ആന മതപ്പാടിലാണ്. 3 മാസത്തോളം മതപ്പാടിലാകുമെന്നാണ് ഡോക്ടർ അടക്കം വിലയിരുത്തുന്നത്. അത് അങ്ങനെയാണ് ഇപ്പോൾ നമ്മളോട് പാപ്പാനടക്കം വിശദീകരിച്ചത്. പക്ഷേ ഈ ഒരു മർദ്ദിക്കുന്ന ദൃശ്യം പുറത്തു വന്നതോടുകൂടിയാണ് ഇതിനെ കൂടുതൽ, അതായത് ഇങ്ങനെ ഒരു മതപ്പാടിലുള്ള ആനയെ മർദ്ദിക്കുന്നത് ലഹരി ഉപയോഗത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതൊരു ദൃശ്യമടക്കം പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും ഇത്തരത്തിൽ ആനയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇങ്ങനെ ആനയെ ഉപദ്രവിച്ചുകൊണ്ട് ഇങ്ങനെ പരിപാലിക്കുന്നത് അല്ലെങ്കിൽ ചട്ടം പഠിപ്പിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ കർശന നിയമം നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല മതപ്പാടിലുള്ള ആനയാണ്. ആ സമയത്ത് ഉപദ്രവിക്കുന്നതിൽ കൃത്യമായ പാപ്പന്മാർക്ക് നിർദ്ദേശം നൽകിയിട്ടടക്കമുണ്ട്. പക്ഷേ ഇതിൽ മറ്റൊരു വശം എന്ന് പറയുന്നത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആണ് ഈ മരുന്നും മറ്റു കാര്യങ്ങളും
വിവരങ്ങളും നൽകേണ്ട ഒരു സമയത്ത് ഇങ്ങനെ അതായത് ഒരു കാലിൽ ചങ്ങല ഉപയോഗിച്ചും മറ്റൊരു കാലിൽ കയറുപയോഗിച്ചുമാണ് കെട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മതപ്പാടിലുള്ള ഒരു ആന കാല് അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് വലിക്കുന്ന സമയത്ത്, അതായത് ഈ ഒരു മതപ്പാടിന്റെ ആ സമയത്ത് ഉണ്ടാകുന്ന കാലുകളുടെ ചലനം മൂലം ഒരു കാലിന് വ്രണങ്ങൾ, അതായത് മുറിവുകൾ ഉണ്ടാവുകയും പിന്നീട് അത് വ്രണമായി മാറുകയും ചെയ്യും. കാരണം ഇടയ്ക്കിടയ്ക്ക് ചങ്ങല മാറ്റി കെട്ടാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്രണങ്ങളിൽ മരുന്ന് പുരട്ടണമെങ്കിലും ഇത് വലിയൊരു മുറിവായി മാറാതിരിക്കണമെങ്കിലും ചങ്ങല 2 ദിവസം കൂടുമ്പോൾ മാറ്റി കെട്ടണമെന്നും, അങ്ങനെ മാറ്റി കെട്ടണമെങ്കിൽ ഇത്തരത്തിൽ അതായത് സാധാരണ രീതിയിൽ ആന പറയുന്നത്, അതായത് ആനയെ ചട്ടം പഠിപ്പിച്ചതിന് ശേഷം ആനയ്ക്ക് അനുസരണശീലം ഈ ഒരു മതപ്പാടിന്റെ സമയത്ത് കുറവായിരിക്കും. അതുകൊണ്ടുള്ള അത് അത്തരത്തിലുള്ളൊരു അങ്ങനെ അടിച്ചതാണെന്ന് മാത്രമാണ് ഇപ്പോൾ നമ്മോട് പാപ്പാൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ ഒരു ലഹരി ഉപയോഗിച്ച ദൃശ്യമാണ് ഇതിന്റെ വ്യാപ്തി കൂട്ടുന്നത്. കാരണം ലഹരി ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ ആനയെ ഉപദ്രവിക്കുന്ന വിഷയങ്ങൾ ഇതിന് മുൻപടക്കം പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിലൊരു കേസ് എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അതായത് ഈ ഉപയോഗിച്ചത് ലഹരി അല്ലാന്നടക്കം അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ പോലും അതിലൊരു സ്ഥിരീകരണം വന്നിട്ടില്ല. അതിലിപ്പോൾ അദ്ദേഹത്തിന്റെ അതായത് ടെസ്റ്റുകൾ മറ്റും നടത്തി, അതായത് രക്തപരിശോധന അടക്കം നടത്തിയാൽ മാത്രമേ അതിൽ സ്ഥിരീകരണം വരികയുള്ളൂ. അങ്ങനെയെങ്കിൽ അതായത് ലഹരിയുടെ അടിസ്ഥാനത്തിലാണ് ഇത് നടത്തിയതെങ്കിൽ ഇത് കൂടുതൽ ഗുരുതരമായൊരു കാര്യമായി മാറും. മാത്രമല്ല വനംവകുപ്പിനെ കൃത്യമായി കേസെടുക്കാൻ സാധിക്കും, ഇപ്പോഴും സാധിക്കും. കാരണം ഒരു ഇത്തരത്തിൽ ആനയെ ഇത്തരത്തിൽ ഉപദ്രവിക്കുന്നത് ചട്ടപ്രകാരം നിയമലംഘനം തന്നെയാണ്. മാത്രമല്ല ഇത് ആന ഈ ഒരു സ്വകാര്യ വ്യക്തിയുടേതുമല്ല, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ആനയാണ്. അതുകൊണ്ട് തന്നെ ബോർഡിന്റെ വിശദീകരണം അടക്കം ചേർത്തുകൊണ്ടായിരിക്കും കേസിന്റെ കാര്യങ്ങളുമായി മുന്നോട്ട് പോവുക. മാത്രമല്ല ഇപ്പോൾ അത് ആനയെ ചികിത്സിക്കുന്ന ഡോക്ടറുടെ അടക്കം വിശദീകരണം തേടേണ്ടി വരും. കാരണം 1.5 മാസം, അതായത് വൃശ്ചികം തൊട്ട് ഈ സമയം വരെയും ആന ഇപ്പോൾ ഡോക്ടറുടെ പരിപാലനത്തിലാണ്. ഈ ഒരു ഡോക്ടർ നിർദ്ദേശിച്ചുള്ള മരുന്നുകൾ നൽകിയിട്ടുണ്ടെന്നാണ് പാപ്പാൻ അവകാശപ്പെടുന്നത്. ആ കാര്യത്തിലടക്കം വിശദീകരണം വരണം. ഇങ്ങനെ ഇത്തരത്തിലൊരു രീതി നിലനിൽക്കുന്നുണ്ടോ, മാത്രമല്ല ഇങ്ങനെ ഒരു അതായത് മുറിവിന്റെ കാര്യമടക്കം അദ്ദേഹം പറയുന്നുണ്ട്. അത് കാലങ്ങളായിട്ടുള്ള, അതായത് മതപ്പാടിന്റെ സമയത്ത് ഉണ്ടാകുന്നതാണോ എന്നടക്കമുള്ള കാര്യത്തിൽ വിശദീകരണം വരേണ്ടതുണ്ട്. എന്ത് തന്നെയാണെങ്കിലും വനംവകുപ്പ് ഇതിൽ കേസെടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഒരു കേസെടുത്തുകൊണ്ട് ഇതിന്റെ കാര്യങ്ങൾ കൂടുതൽ ആരാഞ്ഞതിനു ശേഷമായിരിക്കും ഇതിലൊരു സ്ഥിരീകരണവും തുടർന്ന് പാപ്പാന് നേരെ എന്തെങ്കിലും ബോർഡിന്റെ ഭാഗത്ത് നടക്കമുള്ള നടപടികളിലേക്ക് കടക്കുക കേട്ടോ. തീർച്ചയായും എന്താണ് വനംവകുപ്പിന്റെ നടപടി എന്ന് ഇനി അറിയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നാട്ടുകാരാണ് പരാതി നൽകിയിരിക്കുന്നത്. ഏതൊക്കെ വകുപ്പുകൾ പ്രകാരമായിരിക്കും ഈ പാപ്പാനെതിരെ കേസെടുക്കുക? കാരണം ചില സാഹചര്യങ്ങളിൽ മതപ്പാടുള്ളപ്പോൾ ആനയെ തല്ലേണ്ടി വരാറുണ്ടെന്ന് ചില പാപ്പാന്മാർ പറയാറുണ്ട്. അത്തരം നടപടികളൊക്കെ നമ്മൾ കാണാറുള്ളതാണ്. പക്ഷെ അതിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരമൊരു വിശദീകരണം പൂർണ്ണമായിട്ടും നാട്ടുകാർ അംഗീകരിക്കുന്നില്ല. ഇങ്ങനെ പതിവായി ഇയാൾ ആനയെ ഉപദ്രവിക്കാറുണ്ടോ? അത്തരമൊരു പരാതി ഉണ്ടോ സാരംഗേ? തീർച്ചയായിട്ടും അങ്ങനെ ഒരു പരാതി ഇപ്പോൾ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കേസിലേക്ക് കടക്കാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നത്. പക്ഷേ അതിന് തക്ക രീതിയിലുള്ള തെളിവുകളോ മറ്റോ അവർ ഹാജരാക്കിയിട്ടുണ്ടോ എന്ന കാര്യം വ്യക്തമല്ല. പക്ഷേ ഈ ഒരു ദൃശ്യമാണ് നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ളത്. ഇത് ഒരു മതപ്പാടിന്റെ സമയത്തുള്ളതാണെന്നാണ് അവകാശപ്പെടുന്നത് അടക്കം. പക്ഷേ അതിന് മുൻപും, അതായത് ഈ ഒരു മതപ്പാടിലേക്ക് ആന എത്തുന്നതിന് മുൻപ് തന്നെ ഇങ്ങനെയുള്ള മർദ്ദിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? മാത്രമല്ല 5 വർഷമായി ഈ ആനയെ പരിപാലിക്കുന്ന പാപ്പനാണ് നമ്മോടൊപ്പം പ്രതികരിച്ചത്. അദ്ദേഹത്തിനെതിരെയാണ് ഇപ്പോൾ ആരോപണം നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അതായത് ഒരു 5 വർഷ കാലയളവിലടക്കം ഇങ്ങനെ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നടക്കം പരിശോധിക്കും. മാത്രമല്ല ബോർഡിന്റെ, അതായത് ഈ ഒരു ആനയെ തളച്ചിരിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഓഫീസും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ആനയെ ഉപദ്രവിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഉദ്യോഗസ്ഥ തലത്തിലടക്കം ചർച്ച ചെയ്യും, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരടക്കം അത് റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ അവരുടെ അതായത് തൊട്ട് മുൻപിലാണ്, അതായത് ആ ഒരു കെട്ടിടം നിലനിൽക്കുന്ന സ്ഥലത്ത് തന്നെയാണ് ആനയെ തളച്ചിരിക്കുന്നതും അവിടെയാണ് ആനയെ പരിപാലിക്കുന്നതടക്കം. അതുകൊണ്ട് തന്നെ ക്രൂരമായ ഒരു സംഭവം നടക്കുമ്പോൾ അങ്ങനെ നാട്ടുകാർ പരാതിപ്പെടുന്നതിനൊപ്പം തന്നെ ബോർഡ് അംഗങ്ങൾ ഇതിൽ ശ്രദ്ധ ചെലുത്തിയില്ല എന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ബോർഡിന്റെ തലത്തിലേക്കും അന്വേഷണം ഉണ്ടാകും. ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ടോ, അവർ ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ അറിയിച്ചിട്ടുണ്ടോ, അത് മുൻപ് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്നാണ് കാര്യങ്ങളടക്കം വിലയിരുത്തേണ്ടതുണ്ട്. കാരണം 5 വർഷം ഈ ആനയെ പരിപാലിക്കുന്ന ഈ ഒരു പാപ്പാൻ തന്നെയാണ്. ഒപ്പം ഈ ഒരു നാട്ടുകാരുടെ കാര്യം കൂടി, അതായത് ഈ ഒരു സ്ഥലത്തിനോട് ചേർന്ന് തന്നെ റെസിഡൻസ് അസോസിയേഷൻ, അതായത് റെസിഡന്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഒപ്പം തന്നെ തൊട്ടടുത്ത വീടുകളുണ്ട്. ഇപ്പോൾ മതപ്പാടിലുള്ള ആന ഇവിടെ നിന്നും പല കമ്പും മറ്റും എടുത്ത് തൊട്ടടുത്ത വീട്ടിലേക്ക് എറിയുകയും ജനൽ ചില്ലകളടക്കം പൊട്ടുന്ന ദൃശ്യങ്ങൾ നമ്മൾ നേരിട്ട് കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മതപ്പാടിലാണെന്ന കാര്യത്തിൽ സ്ഥിരീകരണമുണ്ട്. ഒപ്പം ഇതിന്റെ കൂടുതൽ പശ്ചാത്തല കാര്യങ്ങളടക്കം പരിശോധിച്ച് പാപ്പാന്റെ അതായത് മുന്നേ എവിടെയൊക്കെയാണ് പാപ്പാനായി നിന്നിട്ടുള്ളതും അവിടെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യമടക്കം വിശകലനം ചെയ്ത ശേഷമായിരിക്കും വനംവകുപ്പ് കൂടുതൽ നടപടിയിലേക്ക് കടക്കുക കേട്ടോ. യെസ്, വ്യക്തമാണ്. സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ നൽകിയത്. ആനയെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ പാപ്പാനെതിരെ നടപടിയെടുക്കാൻ ഒരുങ്ങുകയാണ് വനംവകുപ്പ്.